ന്യൂ ഇയറിന് ഫോർട്ട് കൊച്ചിയിലെ വെളി മൈതാനിയിൽ പപ്പാനിയെ കത്തിക്കാനാകില്ല. പപ്പാനിയെ വെളി മൈതാനിയിൽ നിന്ന് മാറ്റണമെന്ന് RDOയും പോലീസും ആവശ്യപ്പെടുന്നു. എന്നാൽ മാറ്റാനാകില്ലെന്ന് സംഘാടകർ പറഞ്ഞു. സൂര്യ സുജിയാണ് ചേരുന്നത്. സൂര്യ, എന്തൊക്കെ കാരണങ്ങൾ മുൻനിർത്തിയാണ് RDO പുതിയൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്? നിമേഷ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയിലെ വെളി ഗ്രൗണ്ടിലാണ്. നമുക്കിപ്പോൾ നേരിൽ കാണാം, ഈ പാപ്പാനിയാണ് പോലീസും ഫോർട്ട് കൊച്ചി പോലീസും അതുപോലെ തന്നെ RDOയും നീക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഒരു നോട്ടീസ് ഈ ഗലാഡെ ഫോർട്ട് കൊച്ചി എന്ന് പറയുന്ന സംഘാടകർക്ക് കൊടുത്തിട്ടുള്ളത്. ഇന്നലെ രാത്രിയോടെ ആയിരുന്നു ഫോർട്ട് കൊച്ചി പോലീസ് ഈ നോട്ടീസ് കൊടുത്തത്. ഇന്ന് രാവിലെയോടെ സബ് കളക്ടറും നോട്ടീസ് കൊടുത്തു. അതായത് പരേഡ് ഗ്രൗണ്ടിൽ ഒരു വലിയ പാപ്പാനിയുണ്ട്. അന്നേ ദിവസം ഈ ക്രിസ്മസ് ന്യൂ ഇയർ കാർണിവലിനോടനുബന്ധിച്ചാണ് ആ പാപ്പാനിയെ കത്തിക്കുന്നത്. അപ്പോൾ ആ ദിവസം ഒരുപാട് ആളുകൾ അനിയന്ത്രിതമായ തിരക്കായിരിക്കും അവിടേക്ക് ഒഴുകിയെത്തുക. ആ തിരക്ക് നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ഗതാഗത നിയന്ത്രണത്തിനുമായി ഒരുപാട് പോലീസുകാരെ ആവശ്യമുണ്ട്. അപ്പോൾ അവിടെ അത്രയധികം പോലീസുകാരെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു പാപ്പാനിയെ കത്തിക്കുമ്പോൾ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്കും ഒഴുകിയെത്തും. അപ്പോൾ രണ്ടിടത്തേക്കും കൃത്യമായ പോലീസിനെ വിന്യസിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഈ പാപ്പാനിയെ കത്തിക്കണോ വേണ്ടോ എന്നുള്ളതല്ല ഇപ്പോൾ ഇവിടെ പോലീസും സബ് കളക്ടറും പ്രശ്നമായി പറയുന്നത്. എത്രയും പെട്ടെന്ന് ഇത് നീക്കം ചെയ്യണമെന്നാണ്. ഒരുപാട് ദിവസമായി ഈ പാപ്പാനി ഇവിടെ വെച്ചിട്ട് പെട്ടെന്ന് ഈ 2 ദിവസം കൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ നീക്കം ചെയ്യണം എന്ന ഈ ഉത്തരവിറക്കിയത് എന്ന് ഈ സംഘാടകർക്ക് മനസ്സിലാവുന്നില്ല. സംഘാടകർ നമ്മളോട് കൂടിയുണ്ട്. എന്താണ് ഈ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങൾ? ഇല്ല, അത് തന്നെ ഇപ്പോൾ അങ്ങ് പറഞ്ഞത് തന്നെയാണ് ഇതിൻ്റെ ഒരു സത്യം. 100 കണക്കിന് സ്ഥലത്ത് ഇത്തരം പപ്പാജികളെ കത്തിക്കുന്നു. ഞങ്ങളെല്ലാം ഇവിടെ ജനിച്ച് വളർന്നവരാണ്. അവിടെ 100 കണക്കിന് 100-ൽ കൂടുതൽ കണക്കിന് പപ്പാജികളെ കത്തിച്ചിരുന്ന ഒരു സമയം കോവിഡിന് മുൻപ് ഇവിടെ കത്തിച്ചിട്ടുണ്ട്. കോവിഡ് കഴിഞ്ഞതിന് ശേഷം ആദ്യമാണ്. ഇപ്പോൾ എനിക്ക് അറിയില്ല, സബ് കളക്ടർ ഒരാഴ്ചയായിട്ടുള്ള ചാർജ് എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഒരു വിഷയമുണ്ട്. 23-ാം തീയതി പോലീസ് പറഞ്ഞതനുസരിച്ച് ഫെൻസിങ് കെട്ടാൻ പറഞ്ഞു, ഫെൻസിങ് കെട്ടി. ക്യാമറകൾ വെക്കാൻ പറഞ്ഞു, 40 ക്യാമറകൾ വെച്ചു. ഫയറിൻ്റെ പെർമിഷൻ എടുക്കാൻ പറഞ്ഞു, ഫയറിൻ്റെ പെർമിഷൻ എടുത്തു. ഇലക്ട്രിസിറ്റി പെർമിഷൻ എടുക്കാൻ പറഞ്ഞു, ഇലക്ട്രിസിറ്റിയുടെ പെർമിഷൻ എടുത്തു. തുടർന്ന് 48 മണിക്കൂർ മാത്രമുള്ളപ്പോൾ സബ് കളക്ടറും SHOയും ഇങ്ങനത്തെ ഒരു ആംഗിൾ എടുത്തത് എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെൻറ് നിലപാടുകൾ, ഇവിടെ ഈ ആഘോഷങ്ങളെല്ലാം മതനിരപേക്ഷതയുടെ ആഘോഷങ്ങളാണ്, മതേതരത്തിൽ. നമ്മളിപ്പോൾ ഈ പാപ്പാനിയെ കത്തിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇവരിപ്പോൾ നീക്കം ചെയ്യണം എന്ന് പറയുന്നത്. അങ്ങനെയാണ് കത്തിക്കണ്ട എന്ന് പറഞ്ഞാൽ പോരെ, നീക്കം ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം എന്താണ്? അതിലൊന്നും അവരൊന്നും പറയുന്നില്ല. നീക്കണം എന്ന് പറയുന്നത് തന്നെ പോലീസിൻ്റെ പെർമിഷൻ ഉണ്ടായിരുന്നല്ലോ. 10 ദിവസം 11 ദിവസം നീണ്ടു നിന്നിട്ടാണ് ഇത് നമുക്ക് ചെയ്തു തീർക്കാൻ കഴിഞ്ഞത്. ഇവിടിട്ട് തന്നെ ചെയ്തു തീർത്തതാണ്. ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികൾ ചെയ്തു തീർത്ത ഒരു സംഗതിയാണ്. ഒരു ടെക്നിക്കൽ ആളും ഒരു സാംസ്കാരിക നായകരും ചെയ്തു തീർത്തതല്ല. അപ്പോൾ ഇപ്പോൾ ഇങ്ങനൊരു ആക്ഷൻ വരുമ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ ഇതിൻ്റെ അകത്തൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയുന്നു. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മുഴുവൻ ചാനലുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപകടകരമായ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു, ഇവിടുത്തെ ഫോർട്ട് കൊച്ചി പ്രദേശ നിവാസികൾ രണ്ടിടത്തേക്ക് സ്പ്ലിറ്റ് ചെയ്ത് എന്നാൽ അത്തരത്തിലുള്ള വലിയ അപകടങ്ങൾ മാറി നിൽക്കൂലേ എന്ന് ചോദിച്ചാൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനും അതിന് മറുപടിയില്ല. ഇത് സ്വാഭാവികമായും ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്ക് ഇങ്ങനെ ഒരു നടപടി ഫോർട്ട് കൊച്ചി പോലീസിന്റെ ഭാഗത്തുനിന്നും അതുപോലെ സബ് കളക്ടർ ഭാഗത്തുനിന്നും ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഇനി മുൻപോട്ടുള്ള തുടർ നടപടികൾ എന്താണ്? നിങ്ങൾ ഇതിനൊരു ഉത്തരം കൊടുത്തിട്ടുണ്ടോ? എങ്ങനെയാണ്? ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ ബഹുമാനപ്പെട്ട MLA ഉണ്ട്, ഞങ്ങളുടെ കൊച്ചിൻ കോർപ്പറേഷൻ്റെ മേയറുണ്ട്, തുടർന്ന് ഞങ്ങളുടെ ഇവിടെ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളുണ്ട്. ഇവരെയൊക്കെ ആയിട്ടെല്ലാം നല്ല ആശയവിനിമയം നടത്തുകയാണ്. ഒരു കാര്യം പറയാം, ഒരാളെയും വെല്ലുവിളിച്ച് ഞങ്ങൾ മുന്നോട്ടില്ല. പക്ഷേ ഇവിടുത്തെ പ്രദേശവാസികളുടെ ഇപ്പോൾ നോക്കൂ, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവം 10,000 കണക്കിന്, പോലീസിൻ്റെ റിപ്പോർട്ട് തന്നെ 3.5 ലക്ഷം പേര് കയറി ഇറങ്ങിയെന്നാണ്. അത് എവിടെയുമല്ല, അത് ഈ ഗ്രൗണ്ടിലാണ്. ഞാൻ പറയുന്നത് നിങ്ങളുടെ ഒരു തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? അല്ല, ഞാൻ പറഞ്ഞതല്ലോ, വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു, എല്ലാവിധ ഗവൺമെൻറ് പെർമിഷനുകളുമുള്ള ഞങ്ങളെ കത്തിക്കാണ്ടിരിക്കുകയും ഒരു പെർമിഷനും എടുക്കാത്തവരെ കത്തിക്കുകയും ചെയ്യുന്നത് ഞാൻ സമൂഹത്തോട് ചോദിക്കുകയാണ്. അല്ല, നിങ്ങളിതപ്പോൾ നീക്കം ചെയ്യുന്നുണ്ട്. നീക്കം ചെയ്യാനുള്ള ഒരു ഓർഡറാണ് 2 സ്ഥലത്തു നിന്ന് കിട്ടിയത്. പോലീസും പറയുന്നുണ്ട്, സബ് കളക്ടറും പറയുന്നുണ്ട്. അപ്പോൾ നീക്കം ചെയ്യോ? അവർ മറുപടി ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് രാത്രിയിലാണ് എനിക്ക് കൊണ്ടുവന്ന് തന്നത്. എന്തായാലും നാളെ അടിയന്തരമായി ഞാൻ മറുപടി കൊടുക്കും. ആ മറുപടിക്ക് ശേഷം ഇവിടുത്തെ MLA ഉൾപ്പെടെയുള്ളവർ ഒരു ചർച്ച ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു കാര്യത്തിലും ഡിപ്പാർട്ട്മെൻറ്റുകളെയോ ആരെയോ വെല്ലുവിളിക്കുന്നില്ല. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഗവൺമെൻറ് എടുക്കുന്ന നയം ഇതല്ല. ഗവൺമെന്റ് നമുക്ക് ഈ വെളി ഗ്രൗണ്ടിൽ ഈ പപ്പാനിയെ കത്തിക്കണം എന്നും ഇത് ഇവിടെ തന്നെ ഉണ്ടാവണം എന്ന് തന്നെയാണ് ഈ ഗലാഡെ ഫോർട്ട് കൊച്ചിയുടെ അഭിപ്രായം, അല്ലേ? അങ്ങേയറ്റത്തെ ആവശ്യമാണ്. പക്ഷേ ഒരാളെയും വെല്ലുവിളിക്കാൻ നമ്മളില്ല. ചർച്ച നടക്കട്ടെ. ചർച്ചയിൽ ഞങ്ങളെ ബോധ്യപ്പെടുത്തട്ടെ. സബ് കളക്ടർ ഞങ്ങളെ ഇതുവരെ വിളിച്ചിട്ടില്ല, SHO ഞങ്ങളെ വിളിച്ചിട്ടില്ല. ഞങ്ങളെ വിളിക്കാതെ ഇതൊരു നിയമം നടപ്പാക്കുന്ന ഒരു സ്ഥലമാണല്ലോ. ഞങ്ങളെ വിളിച്ച് ഒരു പരാതിക്കാരനാണ്, ഞങ്ങൾ പരാതിക്കാരല്ല,
ഞങ്ങളെ വിളിച്ചിട്ട് ഇത് റിമൂവ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഞങ്ങളൊന്ന് കേൾക്കാനുള്ള മര്യാദ കേരളത്തിൻ്റെ അകത്തുണ്ട്. അപ്പൊ നിമേഷ്, ഇതാണ് ഈ ഗലാഡെ, ഫോർട്ട് കൊച്ചി എന്നീ ആളുകൾക്ക് പറയാനുള്ളത്. ഈ പാപ്പാനിയെ കത്തിക്കണം എന്നാണ് ഇവരുടെ ആവശ്യം. ഇത് കത്തിക്കരുതെന്നും ഇത് ഉടനടി തന്നെ നീക്കം ചെയ്യണമെന്നാണ് ഫോർട്ട് കൊച്ചി പോലീസിന്റെയും സബ് കളക്ടറുടെയും ആവശ്യം. കാരണം പരേഡ് ഗ്രൗണ്ടിലാണ് പാപ്പാനിയെ കത്തിക്കുന്നത്. വർഷങ്ങളായി അത് തന്നെ തുടർന്ന് വരികയാണ്. അപ്പോൾ അത്രയധികം ആളുകളെ അവിടെ നിയന്ത്രിക്കേണ്ടതുണ്ട്. പോലീസിനെ ഏറ്റവും കൂടുതൽ വിന്യസിക്കേണ്ടതും അവിടെ തന്നെയാണ്. അതുകൊണ്ട് മറ്റൊരു പോലീസ് സേനയെ ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യകതയില്ല എന്നും പോലീസ് ഫോഴ്സ് കുറവായതുകൊണ്ട് തന്നെയാണ് ആ ഒരു കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ പപ്പാനിയെ ഉടനടി നീക്കം ചെയ്യണമെന്ന് 2 നോട്ടീസുകൾ ഈ കൂട്ടർക്ക് ലഭിച്ചിരിക്കുന്നത്. നിമേഷ്, ന്യൂഇയറിന് ഫോർട്ട് കൊച്ചിയിലെ വെളി മൈതാനിയിൽ സജ്ജീകരിച്ച പാപ്പാനിയെ കത്തിക്കാനാകില്ല എന്ന് പറയുകയാണ് RDOയും പോലീസും. എന്നാൽ അവിടെ നിന്നും മാറ്റാനാകില്ലെന്ന് സംഘാടകർ പറയുന്നു. കൃത്യമായി ബോധ്യപ്പെടുത്താൻ പോലീസിനായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഇങ്ങനെയൊരു ഉത്തരവ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ RDO അടക്കമുള്ളവർ കൃത്യമായി കാര്യങ്ങൾ ബോധിപ്പിക്കണമെന്നാണ് സംഘാടകർ ഇപ്പോൾ റിപ്പോർട്ടറിനോട് പറഞ്ഞത്. സൂര്യ സുജിയാണ് വിവരങ്ങൾ നൽകിയത്.